ഇനിയെങ്കിലും ജീവിച്ചിരിക്കുന്ന എൻ്റെ പിഞ്ചു മക്കളെ അല്ലെങ്കിൽ എൻ്റെ സഹോദരിമാരെ ഒരു കാരണവശാലും ഒരു പൈതങ്ങളെ നിങ്ങൾ സ്നേഹിച്ചു പോയാൽ വരുന്ന അവസരങ്ങൾ ഇതായിരിക്കും. 12-ാം തീയതിയാണ് സംഭവം ഉണ്ടാകുന്നത്. അന്ന് ഇവിടെ മണ്ണൂർക്കാവിലെ ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. ഈ നാടൊന്നാകെ ആ ഉത്സവത്തിൽ പങ്കെടുക്കുകയാണ്. ആ സമയത്താണ് തൻ്റെ ഭാര്യ ശ്യാമ ബോധരഹിതയായി കിടക്കുന്നുവെന്ന് പ്രതിയായിട്ടുള്ള രാജീവ് നാട്ടുകാരെ അറിയിക്കുന്നത്. ഇവിടെയാണ് ശ്യാമയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഏതൊരു കുറ്റവാളിയും ഒരു ചെറു തെളിവെങ്കിലും അവശേഷിപ്പിക്കും എന്ന് പറയില്ലേ? ഈ കേസിൽ രാജീവ് കുമാറും അങ്ങനെ ഒരു തെളിവ് അവശേഷിപ്പിച്ചു. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ നാട്ടുകാരോട് കള്ളം പറയാൻ വേണ്ടി രാജീവിന് വേണ്ടി മുൻഭാഗത്തൂടി പോകാമായിരുന്നു, മുൻവാതിലിൽ കൂടി പോകാമായിരുന്നു. പക്ഷെ അയാൾ ചെയ്തില്ല. അയാൾ പകരം ഈ അടുക്കള വാതിൽ അകത്ത് നിന്ന് ചവിട്ടി പൊളിക്കുകയാണ് ചെയ്തത്. 10 വർഷക്കാലമായി നമ്മളിങ്ങനെ പോയിട്ട് അന്ന് തൊട്ടേ അടിയും പിടിയും ബഹളവും ഒക്കെ അന്ന് തൊട്ട് പല പ്രാവശ്യങ്ങളും എൻ്റെ മോൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോളെ നീ ബന്ധമൊഴി നിനക്ക് പറ്റിയതല്ല, കാരണം ഇവന് പറ്റത്തില്ല, ശരിയാവത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും അവൻ പറയുന്നതെന്ന് വെച്ചാൽ ഞാനല്ല അത് ചെയ്തതെന്നാണ് പറയുന്നത്. പകുതിയൊക്കെ പറയുന്നുള്ളൂ. അവനല്ലെങ്കിൽ ആരാ ചെയ്തത്? അവനല്ലേ എൻ്റെ കുഞ്ഞിനെ വന്ന് കാണുന്നത് അവനാ. രാജീവ് കുമാർ കൃത്യമായ ജോലിക്ക് പോകുന്ന ഒരാളായിരുന്നില്ല. അയാളുടെ ജീവിത ചെലവുകൾ അടക്കം നോക്കിയിരുന്നത് ഭാര്യയുടെ കുടുംബാംഗങ്ങളായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയത്. ആ വ്യക്തിക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നുള്ള ആവശ്യമാണ് ശ്യാമയുടെ കുടുംബം ഉന്നയിക്കുന്നത്.